episode and a new dish. അത് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ഐറ്റമാണ്. ബീഫ് നമ്മൾ പല എന്താ പറയുക ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അതായത് ബീഫ് ചില്ലി, ബീഫ് ഫ്രൈ, ബീഫ് ഉലർത്തിയത്, ഡ്രൈ ഫ്രൈ, ഇങ്ങനെ പല നാടൻ കറി, വറുത്തരച്ച കറി ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബീഫ് വിൻഡാലു ആണ്. ബീഫ് വിൻഡാലു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് വിത്ത് ലെസ് ഇൻഗ്രീഡിയൻസ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഓൾസോ. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ബീഫ് വിൻഡാലു. അപ്പോൾ ബീഫ് വിൻഡാലുവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫിനെ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്യാൻ 2 hours വി ഹാവ് ടു മാരിനേറ്റ്. മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്തൊക്കെ ചേർത്തുകൊണ്ടാണ് ഞാനിത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ ഇതിൽ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കറുവാപ്പട്ട, പിന്നെ ഫെനൽ സീഡ്സ്, പെരിഞ്ജീരകം, ഗ്രാമ്പു, പിന്നെ ഏലക്ക. ഇത് വളരെ കുറച്ച് മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. കറുവാപ്പട്ട ആണെങ്കിൽ ഒരു 3-4 പീസസ് എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു അതുപോലെ ഒരു 5 എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏലക്ക ഒരു 6 എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒരു പിടി ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ, കാശ്മീരി ആവാം, അല്ലാത്ത ചില്ലി പൗഡറും ആവാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ, 2.5-3 ടേബിൾ സ്പൂൺ വേണം. ഓക്കെ, ഇത്രയുമാണ്. ഇതിന് ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം. ഇത് നമ്മൾ ഏലക്ക ഇതിൽ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഏലക്ക പിന്നെ അതിന്റെ തൊലി കളഞ്ഞിട്ട് സീഡ് മാത്രം എടുക്കണം. ബാക്കിയെല്ലാം ഇത് ഇത്രയും വിഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് വിനിഗർ ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ആക്കുന്നത്. ആ പേസ്റ്റ് വിത്ത് സോൾട്ട്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് പുരട്ടുന്നു. നന്നായിട്ട് ബീഫ് പുരട്ടി ഒരു 2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത ബീഫാണ് ഇത്. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്മൾ മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണോളം കടുക് വേണം, മസ്റ്റർഡ് സീഡ്സ്. അതും കൂടെ നമ്മൾ
എന്താ പറയുക, മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ ചേർക്കും. ഓക്കെ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ഗാർലിക് പേസ്റ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നു, ഒരു 2 ടേബിൾ സ്പൂൺ വേണം. അതേ അളവിൽ തന്നെ നമ്മൾ ജിഞ്ചറും എടുക്കണം, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. 2 പേസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ആക്കിയാലും മതി. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മാരിനേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ആവശ്യം ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഓയിൽ, ടൊമാറ്റോ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തു. 2 സവോള എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ബീഫ് നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് വേവണം. അപ്പോൾ കുക്കറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവരും നോട്ട് ചെയ്തു എന്ന് തോന്നുന്നു. നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ബീഫ് വേവുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ സവോള ഇടുന്നു. ഇതൊന്ന് വഴറ്റണം. ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കും, കാരണം നമ്മൾ ബീഫിന് മാത്രമാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തുകൊണ്ട് ഇത് ചെയ്യുകയാണ്, കാരണം നമ്മൾ ബീഫിന് മാത്രമാണല്ലോ ഉപ്പ് ചേർത്തത്. ഓക്കെ, ഇതൊന്ന് വഴറ്റണം. ഇതിലേക്ക് ഇത്രയും കുക്കായാൽ മതി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. ആകുമ്പോഴേക്കും നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഇത്രയും കുക്കായി കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് സ്ലൈസസ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനകത്ത് അതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ബിക്കോസ് നമുക്കറിയാം ഈ ബീഫിൽ ഓൾറെഡി കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ദ മീറ്റ് ഐറ്റംസ് ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് വിസിൽ കേൾപ്പിക്കണം. നമുക്കറിയാം ബീഫിന് ഒരു 7-8 വിസിൽ കേൾക്കണം, എന്നാലേ വേഗത്തുള്ളൂ. അപ്പോൾ അത്രയും വിസിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കേൾക്കണം, എന്നാലേ നന്നായിട്ട് വേഗത്തുള്ളൂ. അപ്പോൾ നമുക്കത് ഇതിനെ കുക്ക് ചെയ്യാം. നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം ബീഫിന്. ഓക്കെ, ഫൈൻ. അപ്പം ഞാനിത് പ്രഷർ കുക്കർ വെക്കുകയാണ്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 7-8 വിസിൽ കേൾപ്പിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോസസ്. അപ്പം നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത റിസൾട്ടാണിത്. ഇത് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമ്മളൊരു 10 വിസിലോളം കേൾപ്പിച്ചു. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ബീഫ് വിന്ദാലു. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നു ദിസ് ഇസ് ഓക്കെ. ഇത് കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിൽ ഒന്നുകൂടെ ബോയിൽ ചെയ്ത് ഡ്രൈ ആക്കിയാൽ മതി. ഇത് നമ്മളിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. ഹലോ, അപ്പോൾ ബീഫ് വിന്ദാലു റെഡി ആയിക്കഴിഞ്ഞു. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഐറ്റം തയ്യാറാക്കാം. അതാണ് ഇന്ന് ഞാൻ കാണിച്ച ബീഫ് വിന്ദാലു. കണ്ടില്ലേ നിങ്ങൾ, ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്, എന്ത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ദിസ് ഇസ് ബീഫ് വിന്ദാലു. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തത്. നിങ്ങൾക്കിത് കുറച്ചുകൂടെ തിക്കായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബോയിൽ ചെയ്ത്, അതിൽ ഞാനതിന് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അത് ബീഫിലുള്ള വെള്ളമാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് പറ്റിയാൽ നല്ല കുറുകി വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ബീഫ്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ, പാലപ്പം, പത്തിരി, നൂൽപുട്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ട് ഈ ബീഫ് വിന്ദാലു ഒന്ന് ട്രൈ ചെയ്തൂടെ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. Till then, it's Anu's Tasty Treasures saying bye to all of you. Take care.